മക്കളെ, ഇന്ന് നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് എക്സാം ഉണ്ടായിരിക്കും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സഖി മിലാനാണ് ചോദിച്ചിരുന്നത്, അത് തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയത്. ഈ സഖി മിലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ തന്നെ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗലാരൂന്ത് ഗയ എന്നാണ് ഞാനിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയത്. ഗലാരൂന്ത് ഗയ, അത് ആരുടേതാണ് നമ്മൾ ഗലാരൂന്ത് ഗയ എന്നുള്ളത് അറിഞ്ഞത്? തൊണ്ടയിടറിയത് ആർക്കായിരുന്നു തൊണ്ടയിടറി എന്ന് പറഞ്ഞത്? യുവതിയാണ് അല്ലേ, യുവതിയാണ്. യുവതിയുടെ തൊണ്ടയാണ് ഇടറിയത്. വളരെയധികം വില കുറച്ച് പറഞ്ഞു ഷാളിന്. ആര്? നമ്മുടെ ലേഖകന്റെ ഭാര്യ. ആ സമയത്ത് യുവതിയുടെ തൊണ്ട ഇടറി. അവർക്ക് സങ്കടമായത് കൊണ്ട് തന്നെ അവരുടെ തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഏകദേശം സാമ്യമുള്ളതാണ് നിങ്ങൾക്ക് ചോദിക്കുക. ഗലാരൂന്ത് ഗയ യുവതി. അതുപോലെ തന്നെ ഹോഷിയാർപൂറിലേക്ക് അവർ എന്തിനു വേണ്ടിയാണ് പോയത്? വിവാഹത്തിന് വേണ്ടിയാണ് പോയത് അല്ലേ, ഷാദി. അപ്പം നമ്മൾ രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇതിനെ യോജിച്ചത് നമുക്ക് ഇപ്പുറത്തുനിന്ന് കിട്ടും. രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ, എന്നാൽ യോജിച്ചത് ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ 9 8 വന്നിട്ടുള്ളതാണ് അല്ലേ. ഹോഷിയാർപൂർ ഷാദിയാണ്. ജാനേപ്പർ നാരാസ്, അതായത് പോകുന്ന കാര്യത്തിൽ ട്രെയിൻ പർ ജാനേസ എന്ന് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ട്രെയിനിൽ പോകുന്ന കാര്യത്തിലായിരുന്നല്ലോ, വെറും ജാനേപ്പർ വേണ്ട, അവിടെ ട്രെയിൻ എന്നും കൂടെ ചേർക്കാം. ജാനേപ്പർ നാരാസ്. ആരാണ് അങ്ങനെ ദേഷ്യം പ്രകടിപ്പിച്ചത്? ബീബി ബച്ചല്ലേ, ഭാര്യയും കുട്ടികളുമാണ് ദേഷ്യം പ്രകടിപ്പിച്ചത്. മുജേ ദുക്കാൻ ഗോൽനി ഹേ ക്യാ, ഗോൽനി ഗ, ഇങ്ങനത്തെ ഗായാണ് കേട്ടോ. അത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നതാണ്. ഇങ്ങനത്തെ ഗായാണ്. ഗോൽന തുറക്കുക, രാവാക, രണ്ടാമത്തെ ഗ, ഗോൽനി. മുജേ ദുക്കാൻ ഗോൽനി ഹേ ക്യാ, അത് ആര് ചോദിച്ചതായിരുന്നു? എനിക്ക് കട തുറക്കാനാണോ, എനിക്ക് കട തുടങ്ങാനാണോ എന്ന് ആരായിരുന്നു ചോദിച്ചത്? പത്നിയാണല്ലേ. പത്നി ആരോടായിരുന്നു അങ്ങനെ ചോദിച്ചത്? ലേഖകന്റെ ഭാര്യ, പത്നി, ബീബി, അതിലേതും ആവാം. പത്നി എന്ന് എഴുതാം, ബീബി എന്ന്, എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ചിട്ടോ. അപ്പോൾ അത് ലേഖകന്റെ ഭാര്യ ആരോടായിരുന്നു ചോദിച്ചത്? യുവതിയോട്. മുജേ ദുക്കാൻ ഗോൽനി ഹേ ക്യാ എന്ന് ചോദിച്ചത്. ദക്കേ ഹരേ ഗർ ആത്തേ, ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു. ആര്? ലേഖകന്റെ പിതാവ് അല്ലേ. ലേഖകന്റെ പിതാവിനെ കുറിച്ച് ലേഖകൻ ആ സമയത്ത് ഓർക്കാണ്. ഈ സ്ത്രീയുടെ കണ്ണ് നനഞ്ഞു ആ സമയത്തില്ലേ, വളരെയധികം തൊണ്ടയിടറുകയും കണ്ണ് നനയുകയും ഒക്കെ ചെയ്ത് വിഷമമായിട്ട്. അത് കണ്ടപ്പോൾ ദക്കേ ഹാരെ ഗറാത്തേ പിതാജി, അതായത് ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിലേക്ക് വരുന്ന പിതാജിയെ കുറിച്ചിട്ട് ലേഖകന് ഓർമ്മ വരികയാണ്. അപ്പോൾ ദക്കേ ഹാരെ ഗറാത്തേ ആരാണ്? ലേഖകന്റെ പിതാ. അപ്പം ഇതുപോലെ സാമ്യമായിട്ടാണ് ഉണ്ടാവുക. അതാണ് സഖി മിലാൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വാക്യ പിരമിഡ്. സഖി മിലാൻ മാത്രമാണ് ചോദിച്ചതെങ്കിലും ഞാൻ വാക്യ പിരമിഡും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 2 മാർക്കിന് വാക്യ പിരമിഡാണ് ചോദിക്കുന്നത്. വാക്യ പിരമിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ ചെയ്തത് തന്നെയാണ്. ഇവിടെ കജരാരി എന്നും ഉസ്കി എന്നും ശബ്ദം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ 2 സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. ഈ 2 സെൻറ്റൻസാണ് നിങ്ങൾ ഈ കജരാരിയും ഉസ്കിയും വെച്ചിട്ട് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് ബർ ആയി, രണ്ടാമത് തന്നിരിക്കുന്നത് ആങ്കേം ബർ ആയി എന്നാണ് അല്ലേ. 1 ബർ ആയി, 2 ആങ്കേം ബർ ആയി. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ ഇതൊന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കുകയാണ് ചെയ്യുക. കജരാരി അല്ലെങ്കിൽ ഉസ്കി, ഇതിൽ ഏതാണോ യോജിക്കുന്നത് അതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ കജരാരി ആങ്കേം ബറായി, അത് നമുക്ക് ഈ കജരാരി തന്നെ ആദ്യം എടുക്കുക. അപ്പം അത് യോജിച്ച് വരും അല്ലേ. കജരാരി ആങ്കേം ബറായി, ഇവിടെ ആങ്കേം ബർ ആയി എന്നുണ്ട്, പിന്നെ കജരാരി എടുത്തു, എന്നിട്ട് കജരാരി പിന്നെ ആങ്കേം ബറായി. ഇനി അടുത്തതിൽ വരുമ്പോൾ, 4ാമത്തേൽ വരുമ്പോൾ ഈ കജരാരി ആങ്കേം ബറായി ഇത് മുഴുവനായിട്ടും വരും. മനസ്സിലാവണുണ്ടോ? അവിടെ ബർ ആയി, ഇവിടേക്കും ബറായി ഫുള്ളായിട്ട് വന്നു.
പിന്നെ നമ്മൾ പുതുതായിട്ട് ഇവിടെ ചേർത്തത് ആംഗ്യം എന്നാണ്. ഈ ആംഗ്യം എന്നുള്ള ഈ സെൻറ്റൻസ് ഫുള്ളായിട്ട് നമ്മൾ മൂന്നാമത്തെ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വരും. കജരാരി എന്ന് എഴുതി, പിന്നെ ആംഗ്യം ബറായി, ഇത് ഫുള്ളായിട്ട് ഇവിടേക്ക് വന്നു അല്ലേ, ആംഗ്യം ബറായി. ഇനി നമ്മൾ നാലാമത്തെ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഈ കജരാരിയും കൂടെ കൂടിയിട്ട് ഈ സെൻറ്റൻസ് ഫുള്ളായിട്ട് വരും. പിന്നെ പുതിയൊരു ശബ്ദം ഇവിടെ ഉണ്ടായിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ആ പുതിയ ശബ്ദം ഏതാണ്? ഉസ്കി. ഉസ്കി ഉസ്കി കജരാരി ആംഗ്യം ബറായി. മനസ്സിലായല്ലോ? ഇനി അടുത്ത അതുപോലെ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വഹി എന്നും ഉനിക്കി എന്നുമാണ് നമ്മൾ ഇതിൽ ചേർക്കേണ്ട ശബ്ദം വരുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് തരും. ഈ തന്നിരിക്കുന്ന രണ്ടെണ്ണമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടി വരിക. ഓക്കെ. അപ്പം നമീതി ആങ്കോമേ നമീതി, നമീതി ആങ്കോമേ നമീതി, നനവുണ്ടായിരുന്നു, കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. പിന്നെ വഹി എന്നും ഉനിക്കി എന്നുമാണ് ചേർത്തിരിക്കുന്നത്. ആങ്കോമേബി വഹി നമീതി അല്ലേ, വഹി നമീതി, കണ്ണുകളിലും ആ നനവ് ഉണ്ടായിരുന്നു, കണ്ണുകളിൽ ആ നനവ് ഉണ്ടായിരുന്നു, വഹി നമി. പിന്നെ ഉസ്കി ആങ്കോമേബി വഹി നമീതി, നമ്മളിവിടെ ഉസ്കി അല്ല, ഉനിക്കി, ഉനിക്കി ഉനിക്കി ആങ്കോമേബി. അപ്പം പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് ഉനിക്കിയാണ് അല്ലേ, ഉനിക്കി എന്നാണ് രണ്ടാമത്. നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള 2 സെൻറ്റൻസ് ഇവിടെ തരും, ബാക്കി 2 നിങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പം ഇത് ആങ്കോമേബി വഹി നമീതി എന്നും, ഇവിടെ ഉനിക്കി എന്ന് പിന്നെ ചേർക്കുക. അവിടെ ഉനിക്കി ഉണ്ടല്ലോ, ഉനിക്കി നമ്മളെ വഹി എന്നുള്ളത് നമ്മൾ എടുത്തു. ഇനി ഉനിക്കി മാത്രമാണ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത്. ആ ഉനിക്കി നമ്മൾ ഇവിടേക്ക് എടുത്തു. ഉനിക്കി ആങ്കോമേബി വഹി നമീതി. ഓക്കെ. ഇത് മീനിങ് നോക്കിയിട്ടാണ് ചെയ്യുക. ഉചിതമായിട്ട് മീനിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ വാക്യ പിരമിഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മീനിങ് നോക്കാം. നമീതി നനവുണ്ടായിരുന്നു, ആങ്കോമേബി നമീതി കണ്ണുകളിൽ നനവുണ്ടായിരുന്നു, ആങ്കോമേബി വഹി നമീതി കണ്ണുകളിലും ആ നനവുണ്ടായിരുന്നു, അതുപോലെയുള്ള നനവുണ്ടായിരുന്നു എന്നാണ് പറയണത്. എനിക്ക് ആങ്കോമേബി വഹി നമീതി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും അതേ നനവുകളുണ്ടായിരുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ലാസ്റ്റ് ആണ് കേട്ടോ, ലാസ്റ്റ് വാക്യ പിരമിഡാണിത്. ഇതിൽ നമുക്ക് ശബ്ദം തന്നിരിക്കുന്നത് രൂപയെ എന്നും ജഡ്സെ എന്നുമാണ്. ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത്? 2 സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്ന സെൻറ്റൻസ് മേം നെ ദേ ദിയേ, മേം നെ ദേ ദിയേ, മേനെ നികാൽക്കർ ദേ ദിയേ, ദേന നൽകുക എന്നുള്ള ഈ ദേ അല്ല കേട്ടോ, ദേന നൽകുക എന്നുള്ള ദയാണ്, ഇങ്ങനത്തെ ദയാണ് കേട്ടോ. മേനെ ദേ ദിയേ, ഞാൻ നൽകി, ഞാൻ നൽകി, അതായത് ഞാൻ കൊടുത്തു, എന്തോ ഒരു കാര്യം കൊടുത്തു എന്നാണ് പറയണത്. എന്താണ് കൊടുത്തത്? മേനെ നികാൽക്കർ ദേ ദിയേ, നികാൽ എന്ന് പറഞ്ഞാൽ എടുക്കുക, നികാൽക്കർ ദേ ദിയേ, പുറത്തേക്ക് അത് പുറത്തെടുത്ത് കൊടുത്തു. ഞാൻ പേഴ്സിൽ നിന്നായാലും പൈസയാണെങ്കിൽ പേഴ്സിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കൊടുക്കൂലേ, അതാണ് മേനെ നികാൽക്കർ ദേ ദിയേ, ഞാൻ പുറത്തെടുത്ത് കൊടുത്തു. ഈ ദേ എന്നുള്ളത് ഫുള്ള് ദേ ഇതാണ് കേട്ടോ വരിക, ദേ ദിയേ എന്നുള്ളത് ദേന നൽകുക എന്നുള്ള ദേ, അതാണ് വരിക കേട്ടോ. മേനെ ദേ ദിയേ, മേനെ നികാൽക്കർ ദേ ദിയേ. അപ്പം എന്താണ് നികാൽക്കർ ദേ ദിയേ? മേനെ രൂപയാണ് അല്ലേ, രൂപയെ നികാൽക്കർ ദേ ദിയേ. അപ്പോൾ രൂപയെ എന്നത് ഇവിടെ ഉണ്ട്. രൂപയെ എന്ന് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. മേനെ രൂപയെ നികാൽക്കർ ദേ ദിയേ. അതിന് ലാസ്റ്റ് സെൻറ്റൻസ് നമ്മൾ ഏത് വെച്ചിട്ടുണ്ടാക്കണം? ജഡ്സെ എന്ന് വെച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ നമുക്ക് നോക്കാം സെൻറ്റൻസ് നമ്മളവിടെ ഉണ്ടാക്കി വെച്ചത് നോക്കാതെ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതായത് ജഡ്സെ എന്നാണല്ലോ ഇവിടെയുള്ള ശബ്ദം, അത് വെച്ചിട്ട് മേനെ രൂപയെ നികാൽക്കർ ദേ ദിയേ എന്നത് മേംനെ രൂപയെ നികാൽക്കർ ദേ ദിയേ. അവിടെ ജഡ്സെ പറഞ്ഞാൽ പെട്ടെന്ന് എന്നാണ്. അപ്പം ആ പെട്ടെന്ന് എന്ന അർത്ഥം നമ്മൾ ഇതിൽ എവിടെ കൊടുക്കണം? ഞാൻ പൈസ എടുത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പൈസ എടുത്ത് പെട്ടെന്ന് തന്നെ പൈസ എടുത്ത് കൊടുത്തു എങ്ങനെ പറയും? മേനെ രൂപയെ നികാൽക്കർ ജഡ്സെ രൂപയെ നികാൽക്കർ ദേ ദിയേ അല്ലേ. മേനെ ജഡ്സെ രൂപയെ നികാൽക്കർ ദേ ദിയേ, ഞാൻ
പെട്ടെന്ന് പൈസ എടുത്തിട്ട് കൊടുത്തു. മേനെ ജഡ്സെ, ജഡ്സെ എന്ന് ഇവിടെയാണ് ചേർക്കുക ആദ്യം തന്നെ. മേനെ ജഡ്സെ രൂപയെ നികാൽക്കർ ദേ ദിയേ. അപ്പം നമ്മൾ വാക്യ പിരമിഡ് നോക്കിക്കഴിഞ്ഞു. 3 വാക്യ പിരമിഡും അതുപോലെ തന്നെ ഒരു സഹി മിലാനാണ് നമ്മൾ നോക്കിയത്. നിങ്ങളിതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്വയം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നോക്കുക. കുറേ ക്വസ്റ്റ്യൻസ് സ്വയം ചെയ്യുക. 1 വേർഡ് ക്വസ്റ്റ്യൻ എല്ലാതും 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൂടെ കാണുക. അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചതിന് തുല്യമാണ് നിങ്ങൾ ആ 1 വേർഡ് ക്വസ്റ്റ്യനും ആൻസറും കൂടെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.